എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ. ദേവീ കൃപയാൽ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ. ഞാൻ ദേവീദാസൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ദേവീ കൃപ ജ്യോതിഷവും ജീവിത വിജയവും എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മെൻസസ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് അഥവാ ആർത്തവ അശുദ്ധിയുള്ള സമയത്ത് ഈശ്വരപ്രസാദം, ചന്ദനം, പായസം, കുറിയിടുക തുടങ്ങിയവ അണിയാമോ കഴിക്കാമോ എന്നതാണ്. ഈശ്വരൻ ഉപയോഗിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിച്ച വസ്തുക്കളാണ് നിർമാല്യം അല്ലെങ്കിൽ പ്രസാദം എന്നിങ്ങനെ പറയുന്നത്. അത് ചന്ദനമാവാം, കുങ്കുമമാവാം, പായസമാവാം, പുഷ്പങ്ങളോ പൂമാലകളോ ആവാം. പ്രസാദങ്ങൾ ഈശ്വര സാന്നിധ്യം കൂടുതലുള്ള വസ്തുക്കളാണ്. ഒരു ഉഴുന്നു മുങ്ങിക്കിടക്കാവുന്ന അത്ര അളവിലെ തീർത്ഥം സ്വീകരിക്കാവൂ. നെറ്റിയിൽ കഴുത്തിൽ ഇടാവുന്ന അളവിൽ മാത്രമേ ചന്ദനം വാങ്ങാവൂ. നെറ്റിയിൽ ഇട്ടതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിൽ തുടച്ചു വയ്ക്കും. ചിലപ്പോൾ ക്ഷേത്രങ്ങളിലെ തൂണിൽ തന്നെയും തുടച്ചു വയ്ക്കും. പായസം ഒരു സ്പൂണിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അമിതമായി എന്തുപയോഗിച്ചാലും അത് മിച്ചം വരും. അത് എച്ചിലായി വരും, അല്ലെങ്കിൽ മലമൂത്രാദികളിലൂടെ പുറത്തേക്ക് പോകും. അല്പം മാത്രമാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ അലിഞ്ഞു ചേരും. ആർത്തവം നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു ശാരീരിക അവസ്ഥയാണ്. അത് നിയന്ത്രണ വിധേയമാകുന്ന സമയത്ത് നമുക്ക് ഈശ്വരപ്രസാദം ഉപയോഗിക്കാം. ചിലപ്പോൾ 4 ദിവസം, 5 ദിവസം, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അവരവർ ആചരിച്ചു വരുന്ന ദിവസം കണക്കാക്കി മാത്രം. പല സ്ഥലങ്ങളിലും പലതാണ്. 7 ദിവസം, 10 ദിവസം, 12 ദിവസം എന്നിങ്ങനെയൊക്കെ ക്ഷേത്രത്തിൽ കയറുന്ന അല്ലെങ്കിൽ ആചരിച്ചു വരുന്ന സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ പാലിക്കുക. അപ്പോൾ ഈശ്വരപ്രസാദങ്ങൾ കുറിയിടുന്നതായാലും പായസം കഴിക്കുന്നതായാലും തീർത്ഥം സേവിക്കുന്നതായാലും ശാരീരിക അവസ്ഥ നിയന്ത്രണ വിധേയമാകുന്ന സമയങ്ങളിൽ മാത്രം കഴിക്കുകയോ പ്രസാദങ്ങൾ അണിയുകയോ ചെയ്യാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.